ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇന്ന് രാവിലെ ഒരു അടിപൊളി പരിപാടിക്ക് വേണ്ടി പോവുക കേട്ടോ. എനിക്ക് ഒരു ഇടിഞ്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിതിന്ന് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പം എനിക്ക് കിട്ടിയ ചക്കയാണ്. എൻ്റെ ചക്കയുടെ അടുത്ത് എൻ്റെ കുഞ്ഞുവാവ, എൻ്റെ മോടെ കൊച്ചത് കണ്ടോ, അവളും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്നതൊക്കെ നോക്കിയിരിക്കും. ആൾക്ക് പനിയാണ്. അവൾക്ക് പനി. അവൾ കാത്തുവാണെന്നാണ് പറയുന്നത്. എപ്പോഴും നമ്മുടെ കാർട്ടൂണില്ലേ കാത്തു, അതാണെന്നാണ് പറയുന്നത്. അപ്പം ഞാനിതേണ്ട ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിനി ഇത് ശരിയാക്കി കൊണ്ടുവരട്ടെ കേട്ടോ. നമ്മുടെ ഇടിഞ്ചക്ക അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് ഞുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. ഇത് ഇനി ഞാൻ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുത്തുകൊണ്ട് വരാം കേട്ടോ. ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചത് ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്. ഇത് വേണമെന്നൊരിക്കൽ കുക്കറിനകത്ത് വെച്ചിട്ട് 1-2 വിസിൽ കേട്ടാലാകും. ഞാൻ ചീഞ്ചട്ടിക്കകത്തത് ഈ ചട്ടിക്കകത്താണ് വെച്ചിരിക്കുന്നത്. തടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ നമ്മുടെ ചക്കയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന തേങ്ങയാണിത്. ഇതിനകത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി എടുക്കുന്നത് ഇതാണ്, ഒരു 5-6 കാന്താരി മുളക്. ഞങ്ങൾ കാന്താരി മുളകെന്നാണ് പറയുന്നത്. ഇനിയിപ്പം ചീനിമുളകെന്നും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുഞ്ഞുള്ളിയാണ്. അപ്പം ഞാൻ അതിലേക്ക് ഒരല്ലി വെളുത്തുള്ളിയും കൂടി എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരാം. മിക്സിക്കകത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പം ഇതിനിടയ്ക്ക് എൻ്റെ മോളുടെ കൊച്ചാണ് കേട്ടോ ഞാൻ കാണിച്ചത്. അവൾ ഇടയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറയുകയും ബുദ്ധിമുട്ടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട്, കുഞ്ഞുവാവയാണ്, 2-3 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ അവളും ഇതിനിടയ്ക്ക് കയറി വരുന്നുണ്ട് വഴക്കുമൊക്കെ ഇട്ടുകൊണ്ട്. അപ്പം ഞാനിതൊന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരാം കേട്ടോ. നമ്മുടെ ഇടിഞ്ചക്ക അടുപ്പിൽ വെച്ചത് അതും ഞാൻ അതേണ്ട വെന്ത് അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ട് ഞാനിനി ഇത് വെച്ച് ഞാനിത് മിക്സിക്കകത്താണ് ഞാൻ ഇതും ഒന്ന് പൊടിച്ചെടുക്കുന്നത്. ഇത് ചിലരൊക്കെ നമ്മുടെ അരകല്ലയിൽ വെച്ച് ഇങ്ങനെ ചതച്ചെടുക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനിത് മിക്സിക്കകത്ത് വെച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് കറക്കിയെടുക്കും. അപ്പോൾ അത് പൊടിഞ്ഞ് കിട്ടും. അപ്പം അതും ഞാൻ ചെയ്തുകൊണ്ട് വരട്ടെ കേട്ടോ. അപ്പം നമ്മുടെ ചക്ക ഇതേ കണ്ടോ, അതിൻ്റെ വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ പറ്റി അതിരിക്കുന്നുണ്ട്. ഇതും ഞാൻ മിക്സിക്കകത്താണ് പൊടിച്ചെടുക്കുന്നത്. ചിലരൊക്കെ ഇത് അരകല്ലേ വെച്ചിട്ട് അവരിങ്ങനെ ചതച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മച്ചിയൊക്കെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇത് മിക്സിക്കകത്ത് വെച്ചിട്ട് ആണ് ഇത് പൊടിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ ഇതും കൂടി ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. നമ്മുടെ തേങ്ങ ചതച്ച ആ ജാറിനകത്തോട്ട് തന്നെയാണ് ഇതിട്ടിരിക്കുന്നത്. ഇത്രയും വീതം ഇട്ട് ഒരു 3-4 പ്രാവശ്യം വീതമാണ് ഇത് ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ കണ്ടോ, ഇത് നല്ല രീതിയിൽ തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇത് നമ്മുടെ ഇങ്ങനെ വേവിക്കുമ്പോഴേ ഇത് വെന്ത് പോയാലൊക്കെ ഇത് കുഴഞ്ഞു പോകും. നമ്മൾ മിക്സിക്കകത്തിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പം കുറച്ച് വീതമേ ഇടാവുള്ളൂ. അപ്പം ഈ രീതിയിൽ തന്നെ കിട്ടും. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ള തേങ്ങ ഒതുക്കി അതും കണ്ടില്ലേ ഇങ്ങനെ നല്ലതുപോലെ അരയാതെ ചതച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതും ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് കത്തിക്കട്ടെ.
കടുകിട്ടു. ഇനിയിപ്പം 2 ഉണക്കമുളക് അതും മുറിച്ചിട്ട് കരിയാപ്പില നമ്മുടെ ഒതുക്കി കൊണ്ടുവന്ന തേങ്ങ ഇത് ചെറുതായിട്ടൊന്ന് നോക്കി കൊടുക്കും. അത് വെള്ളം ഒഴിക്കുന്നില്ല. ഇത് മറ്റേ ചക്ക പകുതി വേവായിട്ടുണ്ടല്ലോ. ഇനിയിപ്പം അത് ആവിക്കകത്ത് വേകാവുന്നതേ ഉള്ളൂ. തേങ്ങ ഒരുവിധം ആയിട്ടുണ്ട്. അരപ്പ് ഞാൻ ഈ ചക്ക അങ്ങോട്ട് ഇടുകയാണ്. നല്ല രസമുണ്ട് അത് കാണാനല്ലേ. ഇളക്കിയെടുക്കട്ടെ. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ ശകല ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ടിട്ടെ. ഇച്ചിരി ഉപ്പും കൂടി ഇടുവാണേ. എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. നമ്മുടെ ഇടിഞ്ചക്ക വെന്തിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് കേട്ടോ. നമ്മുടെ ഈ ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെന്ന് വരികിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമാണെന്ന് വരികിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ശരി കേട്ടോ. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കാണാം.